വെൽക്കം ബാക്ക് ടു ജാസി എമ്മി കുക്കിംഗ്. ഇന്ന് നമ്മളൊരു സിമ്പിൾ ലഞ്ച് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലേക്കായിട്ട് നമ്മളൊരു തോരൻ റെഡിയാക്കുന്നുണ്ട്. മുരിങ്ങയിലയാണ് കേട്ടോ ഇതിലേക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മുരിങ്ങയിലയുടെ കൂടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇത്രയും സൂപ്പർ ടേസ്റ്റിൽ നമ്മൾ ഈ ഒരു തോരൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു കറിയും കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഊണ് കഴിച്ചാലോ? അപ്പോൾ ഞാനിവിടെ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ തോരൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കറിക്ക് സൂപ്പർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫിഷ് ഫ്രൈൻ്റെ കൂടിയാണ്. പക്ഷേ നമുക്കിപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് ഫിഷൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കൊരു പപ്പടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കറി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പീസ് നാരങ്ങ അച്ചാറും കൂടിയായ കുശാലായി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുരിങ്ങയില നമ്മുടെ ടെറസിൽ നിന്ന് കയ്യെത്തും ദൂരത്തിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്ന ഒരു മുരിങ്ങ മരത്തു നിന്നാണ് കേട്ടോ നമ്മളിത് പറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല ഫ്രഷായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുള്ള മുരിങ്ങയില നമുക്ക് ഇനി ഇത് നന്നായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ മുരിങ്ങയില ഇതുപോലെ പൊട്ടിച്ചെടുത്തതിന് ശേഷം പലരും ഇത് വല്ല ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ വല്ല ക്ലോത്തിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ ആണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുമോയെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും ഇതിൻ്റെ ആ ഇലയൊക്കെ നന്നായിട്ട് ഉതിർന്ന് വന്നിട്ടുണ്ടാവും. പക്ഷേ ആ ഇലയോടൊപ്പം തന്നെ അതിൻ്റെ ചെറിയ നാരുകൾ ഉതിർന്ന് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കാൻ നേരം അതിങ്ങനെ വായിൽ തടയുമ്പോൾ അതൊരു സുഖമല്ല, ഒരു കഷ്ടപ്പാടാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ഈസി ആയിട്ട് ഫ്രഷായിട്ട് തന്നെ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അപ്പോഴും ഈ നാരിങ്ങനെ പൊട്ടി ചെറുതായിട്ട് അതിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ ആണല്ലോ. അപ്പോൾ വർക്ക് ഫ്രം ഹോമായിട്ട് ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെ നാര് പൊട്ടി വീഴാതെ തന്നെ ഇല മാത്രമായിട്ട് ക്ലീൻ ചെയ്യാനുള്ളൊരു ടെക്നിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അത് വളരെ ഈസിയാണ്. നമ്മളങ്ങനെ നോട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാവാതിരുന്നാണ്. എന്നാലും അങ്ങനെ നമുക്കും കിട്ടിയൊരു ടെക്നിക്കൽ സപ്പോർട്ട്. അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ. ആ ഇലകളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിങ്ങനെ ഉതിർത്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇലകൾ ഏത് സൈഡിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഉതിർത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇലകൾ ഉതിർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിന് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഇല മാത്രമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉമ്മച്ചിയും എല്ലാവരും ചേർന്നിട്ട് ഇതുപോലെ മുരിങ്ങയില ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചക്കക്കുരുവാണ്. അപ്പോൾ ചക്കക്കുരു ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയും പിന്നെ ചില്ലി ഫ്ലേക്സ്, പിന്നെ അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും കടുകും പിന്നെ അരമുറി തേങ്ങയും നമ്മൾ ഇതിലേക്കായിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചക്കക്കുരുവൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ ചക്കക്കുരു ക്ലീൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും എളുപ്പമാർഗ്ഗം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ നമ്മളിതാ ഇതുപോലെയാണ് കേട്ടോ ചക്കക്കുരു ക്ലീൻ ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ ചക്കക്കുരുവിൻ്റെ വൈറ്റ് സ്കിൻ മാത്രമാണ് എടുക്കുന്നുള്ളൂ. ആ ബ്രൗൺ കളറിലുള്ള സ്കിൻ നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ അടുത്തിടെയാണ് കേട്ടോ അറിയുന്നത് നമ്മൾക്ക് ആ ചക്കക്കുരു ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വൈറ്റ് സ്കിൻ മാത്രം എടുത്താൽ മതിയെന്നും അതുപോലെ ബ്രൗൺ സ്കിന്നിനൊക്കെ നല്ല വിറ്റാമിൻസും അതുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ് എന്നൊക്കെ ഞാൻ വളരെ വൈകിയാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും ഞാനും ഉമ്മച്ചും കൂടിയിട്ട് വേഗം ഓരോന്നായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കൈ പോലും നമ്മളതാ ഇവിടെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കുരുവൊക്കെ എടുത്ത് ഇതുപോലെ അതിൻ്റെ സ്കിന്നൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു താരാട്ട് പാട്ടിൻ്റെ വീഡിയോയിൽ കണ്ട കഥാനായികയും ആളുമാണ് കേട്ടോ, മോനുമാണ്. അപ്പോൾ മോനെ അന്ന് പാട്ടുപാടി ഉറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളിതായിപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് വന്നത് അവിടെ ഇരിക്കുന്നുണ്ട്. കൂടെ മോനും ഉണ്ട്. അങ്ങനെ ഇത് അനിയൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനതായത് 4ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ചക്കക്കുരു എടുത്തിട്ട് 4ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക.
ഈ ഒരു സമയത്ത് വൈറ്റ് സ്കിന്നോ അതുപോലെ എന്തെങ്കിലും നമുക്ക് കഴുകിയെടുക്കാൻ നേരം കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നല്ലതായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നമ്മൾ ചക്കക്കുരുവിൻ്റെ മേളിൽ വെള്ളം വരാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 4 വിസിലാണ് കേട്ടോ ഇത് വെന്ത് വരാറുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്കുള്ള ആ തോരൻ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ക്രഷ് ചെയ്തിട്ടുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിടാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ എത്ര കൂടുതൽ ചേർക്കണോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ അരമുറി തേങ്ങയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിടാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിടുമ്പോൾ നമുക്ക് വറുത്ത് എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിയാവും. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുരിങ്ങയിലയൊക്കെ നമ്മളിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഇതൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ടാൽ മതിയാവും. അപ്പോൾ ഞാനിതപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂടി വയ്ക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. ഇളക്കിയിട്ടതിന് ശേഷം ആ തേങ്ങയും ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിയിടാം. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ കുക്കറിൽ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചക്കക്കുരു തന്നെയാണ് കേട്ടോ നമ്മൾ കറി വെക്കാനായിട്ടുള്ളതും എടുക്കുന്നത്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചക്കക്കുരു. അപ്പോൾ നമ്മൾ തോരനിലേക്ക് ചേർക്കാനുള്ള ചക്കക്കുരു ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇതായിപ്പോൾ കണ്ടോ, നമ്മുടെ തോരനൊക്കെ നല്ലതായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഈ ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. അപ്പോൾ തോരനും നന്നായിട്ട് കുക്കായി വന്നിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ചക്കക്കുരു നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ഇത് അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടതിന് ശേഷം ഇതൊന്ന് ചൂടായി വന്നാൽ മതിയാവും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ അത് റെഡി ആയിക്കോളും. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങയും 2 തക്കാളിയും പച്ചമുളകും മുരിങ്ങക്കായും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള ചക്കക്കുരു ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുന്ന ചക്കക്കുരു ഇതുപോലെ ഉടച്ച് വേണം നമ്മൾ കറിയിലേക്ക് ചേർക്കാൻ. അപ്പോൾ അതുപോലെ തന്നെ മാങ്ങയും തക്കാളിയും മുരിങ്ങക്കായൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉടച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഇനി കുക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മളിവിടെ 1 വിസിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. 1 വിസിൽ വേവിച്ചെടുക്കുമ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങയിലേക്ക് ആവശ്യത്തിന് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും 1 വിസിലിന് ശേഷം ഇവിടെ നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് പുളിയുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ പുളി ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇനി വീണ്ടും മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ തന്നെ മിക്സി ജാറിലൊന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതല്ലെങ്കിൽ പുളി പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചക്കക്കുരു വേവിച്ച്
ഉടച്ചിട്ടാണ് നമ്മൾ ഈ കറി റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നന്നായിട്ടൊന്ന് കുറുകി വന്നോളും. അപ്പോൾ ഇപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് അത് തിളയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഇനി ഒരു പാന് വെക്കാം. പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്കുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അതങ്ങനെ തന്നെ അനക്കാതെ തന്നെ വെക്കുക. അതിന് ശേഷം വേണം നമ്മൾ അതൊന്ന് ഇളക്കിയിടാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കറിയും തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ ലഞ്ച് റെസിപ്പിയാണ്. അതുമാത്രമല്ല നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മളിതുപോലെ തോരനും കറിയൊക്കെ റെഡിയാക്കിയിട്ട് ഒരു ഊണ് കഴിക്കുവാണെങ്കിൽ അത്രയ്ക്കും രസമായിട്ടുള്ള സംഭവമാണ്. പിന്നെ വളരെ സിമ്പിളുമാണ്. വെജിറ്റേറിയൻ റെസിപ്പികളിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. Thanks for watching.